കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ള പാഠഭാഗമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 10ാമത്തെ പാഠം, മാനസാന്തരവും ക്ഷമയും എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ രാജു ജോസഫ് ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചർച്ചയിലേക്ക് സ്വാഗതം. ഈ പഠനത്തിലേക്ക് സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. 10ാമത്തെ പാഠമാണ് മാനസാന്തരവും ക്ഷമയും എന്നുള്ളതായ ഈ പാഠം. നാം പോയ 9 പാഠങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഈ പാഠം അതിൻ്റെ പ്രയാണം നടത്തുന്നത്. നമുക്ക് എപ്രകാരമാണ് ദൈവവുമായുള്ളതായ ഒരു നീതി ബന്ധത്തിൽ ഈ മാനസാന്തരവും ക്ഷമയും അനിവാര്യമായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പാസ്റ്റർ മഹേഷ്, ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? നമ്മൾ യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട വസ്ത്രം പോലെയാണ് എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നീതി പ്രവർത്തിയാൽ നമുക്ക് ദൈവത്തിൻ്റെ നീതിയിൽ എത്തിപ്പെടുവാൻ സാധ്യമല്ല. നമുക്കറിയാം, പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ രോഗം ശീലിച്ച, മരണം സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു ജഡീക മനുഷ്യനായി തീർന്നു, അല്ലെങ്കിൽ അവൻ്റെ ശരീരം അപ്രകാരമായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം കൊണ്ട് നമുക്ക് ഉയർച്ചയുള്ള കർത്താവായ ദൈവത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കലേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരൂപത്തിൽ വന്ന വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് നമ്മുടെ ഈ ജഡീക സ്വരൂപത്തിൽ, അല്ലെങ്കിൽ പങ്കുലമായിരിക്കുന്ന, അല്ലെങ്കിൽ പാപമുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതായിട്ടുള്ള ആ ശരീരത്തിൽ വന്ന് ജനിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തു നമുക്ക് രക്ഷാപദ്ധതി ഒരുക്കുകയും കൃപയാൽ അത് നമുക്ക് ദാനമായി നൽകുകയും ചെയ്തു. അപ്പോൾ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ആ രക്ഷാപദ്ധതിയെ നമ്മൾ വിശ്വാസത്താലാണ് നേടിയെടുക്കുന്നത്. അങ്ങനെ വിശ്വാസത്താൽ നമ്മൾ നേടിയെടുത്ത് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ പാപപ്രകൃതത്തിലുള്ളതായിട്ടുള്ള നമ്മുടെ ആ അവസ്ഥയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് അനുരൂപരായിട്ട്, അല്ലെങ്കിൽ പശ്ചാത്താപമുള്ള അനുരൂപമുള്ള ഒരു മനസ്സുകളോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പാസ്റ്റർ, ദൈവത്തിൻ്റെ നീതിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അഥവാ നമ്മോട് സംസാരിക്കുന്നതായ ആ ചെറിയ മന്ദമായ ശബ്ദത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? തീർച്ചയായിട്ടും നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. വേദപുസ്തകം പറയുന്നത് തന്നെയാണ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്നു എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ വശംബദ്ധരായാൽ നമുക്ക് തീർച്ചയായിട്ടും മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്കായി തീരുവാനായിട്ട് സാധ്യമായി തീരും. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? പാപത്തിൽ എപ്പോഴും നാം അകപ്പെടുവാനായിട്ടുള്ളതായ സാധ്യതകളുണ്ട്. പാപത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത് ദൈവീകമാകുന്ന തേജസ്സിൽ നിന്ന് നാം അകലുക എന്നുള്ളതാണ്. പാപം എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേ പോകും. നമ്മൾ പറയും ദൈവം പാപിയെ സ്നേഹിക്കുക എന്നാൽ പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന്. ആ സമയത്ത് ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവീയതയിലേക്ക് നാം നയിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇപ്പോൾ നമ്മെ നയിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാത്തടത്തോളം കാലം നമുക്ക് ദൈവികമാകുന്ന അനുഗ്രഹത്തിലായി തീരുവാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവത്തിനോട് നാം ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, യോഹന്നാൻ 16 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടേയിരിക്കും. ആ ബോധം വരുത്തുമ്പോൾ നാം അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. പാസ്റ്റർ മഹേഷ്, ഹോശേയാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഹോശേയാവ് ദൈവത്തോട് മാനസാന്തരത്തിന് വേണ്ടിയുള്ളതായ ഒരു അപേക്ഷ കഴിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എങ്ങനെയാണ് ഹോശേയാവ് അത് ആരംഭിക്കുകയും അത് ദൈവത്തോട് സംവാദിക്കുകയും നിരപ്പ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്?
ഇവിടെ ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ഹോശേയയുടെ ആ അനുഭവം അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളുടേതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്രകാരത്തിൽ പാപമംഗലമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഹോശേയ എടുത്ത് പറയുന്നു, ദൈവം നിങ്ങളെ കീറിക്കളയും, ദൈവം നിങ്ങളെ നശിപ്പിച്ച് കളയും എന്നൊക്കെയും പറയുകയും അതിനുശേഷം ആ ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെന്നുള്ളതായിട്ടുള്ള ഒരു ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 6-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഹോശേയോട് പറയുന്നു, ഒരു മോശപ്പെട്ട ജീവിതം നയിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുവാനും ആ അവസ്ഥ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം മോശകരമായ അവസ്ഥയിലിരിക്കുന്ന, നമുക്കറിയാം പരസംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന അല്ലെങ്കിൽ മറ്റ് ദേവീദേവന്മാരുടെ പിന്നാലെ പോകുന്ന, സൃഷ്ടികളുടെ പിന്നാലെ പോകുന്ന അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അത് കാണിക്കുന്നത്. അപ്രകാരം ഇവിടെ ഹോശേയയിലൂടെ ദൈവം ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥ ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. 6-ാം അധ്യായത്തിലും അവരുടെ അവസ്ഥയാണ് ആദ്യം ഹോശേയാവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അവരോട് പറയുന്നു, നമ്മുടെ ദൈവത്തിങ്കലേക്ക് മനം തിരിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം, നിങ്ങൾക്ക് ഈ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും മാറി അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകും എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്. ആ ദൈവം എപ്പോഴും നമ്മെ ചേർക്കുവാൻ സന്നദ്ധനാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചു ശിംശോൻ്റെ ജീവിതം. അവസാന ഘട്ടത്തിലും ശിംശോൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ശിംശോന് മറ്റൊരു അവസരം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഹോശേയ പ്രവചനത്തിലും നമുക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം വീണ്ടും അവസരങ്ങളെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ഓരോരുത്തർക്കും പല ആവർത്തി അവസരം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പ്രവർത്തിക്കുമ്പോൾ നാം അത് ഓരോ പ്രാവശ്യവും അതിന് മറുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം ജീവിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ കുറയുകയും പിന്നെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കാതെയുമാകും. നമ്മോട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉള്ളപ്പോൾ തന്നെ മാനസാന്തരത്തിലേക്ക് വീഴണം, മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, പാപത്തെക്കുറിച്ചും അതിൻ്റെ അനുതാപത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അനുതപിക്കാൻ കഴിയാത്തത്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ കഴിയാതെ വരുന്നത്? അനുതാപത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വാസ്തവത്തിൽ തെറ്റുകളെയല്ല, പാപത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ, വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ റിവലേഷൻ 3-ന്റെ വെളിപാട് 3:19 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു ശാസനം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇത് നമുക്ക് വലിയൊരു ഭാരമായിട്ടാണ് വരുന്നതെന്ന്, നമ്മെ നശിപ്പിക്കാനാണെന്നൊരു ചിന്ത. തീർച്ചയായിട്ടും നമ്മൾ അതല്ല, മറിച്ച് ദൈവം നമ്മെ ഒരു നേരായ പാതയിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടുതലേ അടുക്കുവാനുള്ള വ്യഗ്രത ഉള്ളവരായിരിക്കണം. തുടർന്ന് നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 3:19 വായിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞ് കിട്ടേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റുപറച്ചിലിൻ്റെ അവസ്ഥയിലേക്ക് വരണം. ഇവിടെ നമ്മളിന്ന് പഠിക്കുന്നത് മാനസാന്തരം എന്ന് ആണ് പഠിക്കുന്നത്. മാനസാന്തരം എന്ന് പറയുന്ന ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പഴയ അവസ്ഥയിൽ നിന്ന്, പാപമംഗലമായ ഒരു അവസ്ഥയിൽ നിന്ന് വ്യതിയാനം വരുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കുന്ന ഒരവസ്ഥ. അപ്രകാരം ഒരു ക്ഷമാപണം ലഭിച്ചൊരു വ്യക്തിയാണ് എങ്കിൽ അവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പൈതലായി ദൈവം ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലായി തീരുവാൻ സാധ്യമായി തീരും. പാസ്റ്റർ, ഈ ആത്മീയ വളർച്ചയുടെ പ്രക്രിയയിൽ അനുതാപം അഥവാ പശ്ചാത്താപം എത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദാവീദ് രാജാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയോട്, അങ്ങോട്ട് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ എന്ന്. അവിടെ ദാവീദ് രാജാവ് അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് രാജാവ് ഒരു പാപത്തിൽ നിബന്ധിച്ചു പോവുകയും അതിൽ നിന്നും ദാവീദ് രാജാവ് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി അനേകം പാപങ്ങൾ അതിനോടനുബന്ധിച്ച് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദാവീദ് രാജാവ്
തൻ്റെ ലംഘനങ്ങളെ മറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമില്ലാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ എത്തപ്പെടുന്നു. ഈ സമയത്തും സ്വർഗത്തിലെ ദൈവം ദാവീദ് രാജാവിന് അവസരം നൽകുന്നു. നാഥാൻ പ്രവാചകനെ അയച്ച് ദാവീദ് ചെയ്തതായിട്ടുള്ള ലംഘനം എന്താണ് എന്ന് ദാവീദിന് മനസ്സിലാവുന്ന രീതിയിൽ ഉപമയിലൂടെ ദാവീദിന് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്തും ദാവീദ് തൻ്റെ ലംഘനം മനസ്സിലാക്കാതെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി മരിക്കണമെന്ന് ദാവീദ് പറയുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത് അത് ദാവീദാണ് എന്ന്. ആ സമയം മുതൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു അനുതാപം കടന്നു വരുന്നു. ആ അനുതാപത്തിൻ്റെ ഫലമായിട്ടാണ് രാജാവ് 51-ാം സങ്കീർത്തനം എഴുതുന്നത്. ആ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയരുത് എന്ന്. കാരണം നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ആ ശബ്ദം നമ്മൾ അതിന് വിപരീതമായി പോകാതെ അതിനനുസൃതമായി പോകണം. ഇവിടെ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് രാജാവ് കൃത്യമായിട്ടും അവിടെ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അനുതാപമുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയി എങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഉപേക്ഷിക്കുവാനും പരിശുദ്ധാത്മാവ് എന്ന ശക്തി പ്രാപിക്കുവാനും അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാനും സാധിക്കുകയുള്ളൂ. പാസ്റ്റർ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും നാം ചെയ്യുന്നതായ കുറവുകളെ നമുക്ക് വീണ്ടും ചിന്തിപ്പാനുള്ളൊരവസരം അത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ നമുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെയോട് എപ്പോഴും ക്ഷമാപണം നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ദൈവം അങ്ങനെയുള്ളതാണ്, ദീർഘക്ഷമയുള്ളതായ ദൈവമാണ്, മഹാദയാലുവായ ദൈവമാണ്. ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും പറയുവാൻ സാധിക്കും. അത് എത്ര വലിയ തെറ്റാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ അനുതപിച്ചാൽ എന്തു ചെയ്യും? ആ തെറ്റുകളെ ദൈവം പൂർണ്ണമായിട്ടും നമ്മളോട് ക്ഷമിക്കും എന്നാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു അനുതാപം ഉണ്ടാകുമ്പോൾ തന്നെ എന്തെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള സമാധാനം ഉണ്ടാകും. നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ തുടർന്ന് ജീവിപ്പാൻ കഴിയും. കാരണം അനുതപിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്നും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതയും ദുരിതവും ദൈവമില്ലാത്തൊരവസ്ഥയുമാകുന്നു. അപ്രകാരം ഒരവസ്ഥയിൽ നമുക്ക് ഈ ഭൂമുഖത്ത് എത്രമാത്രം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. നാം ചെയ്യുന്നതായ തെറ്റുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ നാം അതിന് വിധേയപ്പെട്ട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരന്നുകൊള്ളണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പാസ്റ്റർ മഹേഷ്, കർത്താവ് കരുണയും കൃപയുമുള്ളവൻ, അവൻ കോപിക്കുന്നില്ല, അവൻ്റെ കോപം ദീർഘക്ഷമയോടുകൂടി ഉള്ളതാണ് എന്നൊക്കെ വേദപുസ്തകം പറയുന്നു. ഈ കർത്താവ് യേശു ക്രിസ്തു കരുണയും കൃപയും ഉള്ളവനാണ് എന്നുള്ളതിൽ നമുക്ക് എന്ത് പ്രത്യാശയാണ് ലഭിക്കുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് വളരെ അടുപ്പമായിരിക്കും. കാരണം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിട്ടുള്ള ഒരു വ്യക്തി നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഒരു അടുപ്പം തോന്നും. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ഈ അവസ്ഥയിലും നമ്മളുടെ വീഴ്ച ഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിലും നമ്മോട് കൃപ കാണിക്കുകയും കരുണ കാണിക്കുകയും ദീർഘക്ഷമ കാണിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കുകയൊക്കെയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് വലിയ പ്രത്യാശയാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന, നമുക്ക് കൃപ ചൊരിയുന്ന, നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് വലിയ പ്രത്യാശയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സകല മഹിമയും വെടിഞ്ഞ് മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം കടന്നു വന്നു. ആ കടന്നു വന്നതായ കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതിൽ ശരിക്കും അത്ഭുതമില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അവൻ്റെ ദീർഘക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്, അവൻ്റെ ദയയ്ക്കും കരുണയ്ക്കും ഒരു പരിധിയുണ്ട്.
കർത്താവിൻ്റെ ആ നടത്തിപ്പ് നാം ഗണ്യമാക്കാതെ നാം പാപത്തിൽ നിപതിച്ച് പാപത്തിൽ തന്നെ ജീവിക്കുവാൻ ബോധപൂർവം നാം ശ്രമിക്കുകയാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പ്രവർത്തിക്കാതെയും നമ്മുടെ മനസ്സ് മുരടിച്ചു പോവുകയും നമ്മുടെ ഹൃദയം കാഠിന്യപ്പെട്ടു പോവുകയും നാം നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കാതെ നാം തന്നെ പാപികളായി മുദ്ര കുത്തപ്പെടുകയും രക്ഷാമാർഗം അടഞ്ഞു പോവുകയും ചെയ്യുന്നതായ ഒരവസ്ഥയും നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പ്രവർത്തിക്കുന്നതായ കാലഘട്ടത്തിൽ നാം നിരന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നവരായിരിക്കാൻ സഹായിക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, നമുക്ക് ഓരോരുത്തർക്കും ദൈവകൃപ അനിവാര്യമാണ്. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? നമുക്ക് എല്ലാവരും ദൈവകൃപ അനിവാര്യമാണ്, നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ സാൽവേഷൻ? രക്ഷയ്ക്ക് ദൈവകൃപ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ വേദപുസ്തകം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6:23 പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്ര, എന്നാൽ ദൈവത്തിൻ്റെ കൃപാപരമോ ക്രിസ്തുവേശുവിൽ നിത്യജീവൻ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവേശുവിൽ നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത്? നിത്യജീവൻ നൽകുന്നു എന്നാണ്. അപ്പോൾ ഇത് നൽകിയിരിക്കുന്നത് ദൈവം എത്രത്തോളം നമ്മളോട് കൃപ കാണിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് പകരുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് തൻ്റെ ജീവനെ ബലിയാക്കി നമ്മെല്ലാവരെയും വീണ്ടെടുത്തിരിക്കുന്നു. നാം മുമ്പേയും പ്രതിപാദിക്കുകയുണ്ടായി പാസ്റ്റർ പറഞ്ഞ ചോദ്യത്തോട് തന്നെ. ദൈവം എത്രമാത്രം ആഴമായി നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ആ അന്തസ്സത്തെ പലപ്പോഴും നമ്മൾ തൃണവൽക്കരിച്ച് കളയുകയാണ്. ഇതൊന്നും ഒരു കാര്യവുമല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഇച്ഛകൾക്ക് മാത്രം നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെയും ദൈവവചനത്തെയും നമ്മൾ യാതൊരു വിധമായ മുൻഗണനയും നൽകാതെ പോകുമ്പോഴാണ് ഇവിടെ പറയുകയാണ് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപ അത് നൽകി ദൈവം അവന് വീണ്ടെടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് അത് നമുക്ക് നിർവ്യാജം ദൈവം ദാനമായി നൽകുന്നതാണ്. അത് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കണം. ക്രിസ്തുവിൻ്റെ വഴിയിൽ നാം ജീവിക്കണം. ക്രിസ്തുവിൻ്റെ പാത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി നാം പകർത്തിക്കൊണ്ട് അവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മളെ അറിയപ്പെടുന്നത് തന്നെ ആരാ? ക്രിസ്തുവിൻ്റെ അനുയായികളെന്നാണ്. ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക. ക്രിസ്തു എപ്രകാരം ഈ ഭൂമുഖത്ത് ജീവിച്ചു അപ്രകാരം ജീവിച്ചുകൊണ്ട് അവനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ വഴിയിലായിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. പാസ്റ്റർ മഹേഷ്, നമ്മുടെ വസ്ത്രങ്ങളെല്ലാം കറ പുരണ്ട വസ്ത്രങ്ങളാണ്. ഇവ എപ്രകാരം വെളുപ്പിക്കണം, എന്തിൽ കഴുകണം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഈ കഴുകൽ പ്രക്രിയ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? തിരുവചനം പറയുന്നു, തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ഭാഗ്യവാന്മാർ. എവിടെയെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ഭാഗ്യവാന്മാർ എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. കാരണം അതൊക്കെയും കറ പുരണ്ട വസ്ത്രങ്ങളാണ്. കാരണം നമ്മൾ പാപികളായിരിക്കെ നമുക്ക് മറ്റൊരാളിനെ രക്ഷയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കി അലക്കി വെളുപ്പിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഗോപുരത്തിൽ കൂടി കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കി സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ കീപ് ദൈ കമാൻഡ്മെൻറ്റ്, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരാണ് ആ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും വേണം, ദൈവകൽപ്പനകളും അനുസരിക്കണം. എന്നാൽ യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. ആ നാളുകളിൽ 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ചിട്ട് അവനോട് പറയും, നമ്മൾ സ്വന്തം അഹോവൃത്തി കഴിച്ചുകൊള്ളാം, സ്വന്തം വസ്ത്രം ധരിച്ചുകൊള്ളാം, നിൻ്റെ പേര് മാത്രം ഇരുന്നാൽ മതി എന്ന് പറയും. അന്ത്യനാളുകളിലെ സഭയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവർ സ്വന്തം വചനത്താൽ അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിച്ചുകൊള്ളുകയും ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം അവർക്ക് വേണ്ട എന്ന് അവർ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ അക്കൂട്ടർ നഷ്ടപ്പെട്ടു പോകുന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പമായിരിക്കണമെങ്കിൽ
നമ്മുടെ വങ്കികളെ, നമ്മുടെ വസ്ത്രങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അലക്കി സൂക്ഷിച്ച് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളെയും ക്രിസ്തുവിൻ്റെ മണവാട്ടികളെന്ന് വിളിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പാസ്റ്റർ രാജു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ശുദ്ധീകരണത്തിന് വളരെ പ്രാധാന്യം ഉള്ളതാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രം ആ പ്രക്രിയ ചെയ്യുവാൻ പര്യാപ്തമായി തീരുന്നത്? കാരണം കർത്താവിൻ്റെ രക്തത്തിന് നമ്മൾ പറയുന്നത് ദ റോഫ് ഓഫ് റൈച്ചസ്നെസ് ആണ്. കർത്താവ് നീതിയുടെ വസ്ത്രം അണിയിച്ചാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. അവൻ്റെ രക്തത്തിന് അത്രമാത്രം വിലയുണ്ട്. ഏത് പാപത്തെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ, അല്ല ഇല്ലായ്മ ചെയ്യുവാൻ, കഴുകിക്കളയുവാൻ ശക്തമായിട്ടുള്ളതാണ് കർത്താവിൻ്റെ രക്തം. ആ രക്തമാണ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആ നീതിയുടെ അങ്കി നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷാപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നീതിയുടെ അങ്കി പ്രാപിക്കുന്നവരായി തീരുവാൻ വേണ്ടി ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിഷ്കളങ്കവും നിർദോഷവുമായ യേശുക്രിസ്തുവിൻ്റെ രക്തം, മറ്റ് ഒരു രക്തവും പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ പാഠം പഠിച്ചതായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങളും പോക്കുവാൻ പര്യാപ്തമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രക്തത്താൽ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. അങ്ങയുടെ നീതിയിൻ വസ്ത്രം ധരിച്ച് ഞങ്ങൾ ദൈവരാജ്യം പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ മഹേഷിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർ രാജു, താങ്ക് യു സോ മച്ച്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും പാപികളാകും. എന്നാൽ പാപത്തിൻ്റെ ബോധം നമ്മിൽ പരിശുദ്ധാത്മാവ് വരുത്തുമ്പോൾ ആ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ രക്തത്താൽ അത് കഴുകി ശുദ്ധീകരിക്കുകയും അത് ഹിമം പോലെ വെളുപ്പിക്കുകയും ചെയ്യും. ആ ശുദ്ധീകരണത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കികൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.